നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളുടെ കുട്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പേരൻസും അതിനോടൊപ്പം തന്നെ ട്രബിളിലേക്ക് വരാറുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ അവരെ കൂടെ കൊണ്ട് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരങ്ങളുള്ള അഭിപ്രായങ്ങൾ വരും. പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ റിയലി കൺഫ്യൂസ്ഡ് ആയി പോകും. അതിപ്പോൾ ആരായിരുന്നാലും, നമ്മളൊരു പ്രൊഫഷണൽ ആയിരുന്നാലും സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നാലും ഒക്കെ നമുക്ക് പേടിയാവും നമ്മുടെ കുട്ടീനെ എങ്ങനെ സഹായിക്കാം എന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു പേരൻ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പേരൻറ്റിങ്ങിലുള്ള റോൾ എന്താണ്, എത്രത്തോളം ആണ് റോൾ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ വലിയ റോളാണ് പേരൻസിനുണ്ടാവുക. ടീനേജൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത, നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി അവരുടെ തീരുമാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളായിട്ടാണ് നമ്മളുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു 21, 22, 23 വയസ്സ് വരെയൊക്കെയുള്ള സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏർലി 20s നമ്മൾ കൃത്യമായ പേരൻറ്റിങ് റോൾ എടുത്തിട്ടുണ്ടാവണം. വൈ? ബിക്കോസ് അവരുടെ തലച്ചോറിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള, ലോജിക്കൽ റീസണിങ് നടത്താനുള്ള ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗം ഫുള്ളി മെച്ചർ ആവുന്നത് ഈ പറയുന്ന ഏർലി 20s കഴിഞ്ഞതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 24, 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവരുടെ ഫ്രണ്ടൽ ലോബ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുവരേക്കും സൊസൈറ്റിക്കും പേരൻസിനും വളരെ വലിയ റോളാണ് ഒരു ഇൻഡിവിജ്വലിനെ വളർത്തിയെടുക്കുന്നതിലേക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് യൂഷ്വലി നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് 17, 18, 19 വയസ്സുള്ള ആളുകളൊക്കെയാണ്, 20 വയസ്സുള്ള ആളുകളൊക്കെയാണ്. തീർച്ചയായിട്ടും വലിയ റോളുകളുണ്ട്. എന്തെല്ലാമാണ് നമ്മളുടെ റോളുകൾ? ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാനും നമുക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 3 പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളാക്കിയിട്ട് ഇതിനെ തിരിക്കാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഹെഡിങ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു റുട്ടീൻ മാനേജ്മെൻറ്റും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റുമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തും ന്യൂട്രീഷനും ആയിട്ടുള്ള കാര്യങ്ങൾ ഓവർവ്യൂ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3 കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദിസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി? എങ്ങനെയാണ് നമ്മൾ അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ എഫേർട്സിനെ വെച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ല, അവർ അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വർക്ക്, എത്രത്തോളം അധ്വാനം അവർ അതിനകത്ത് ഇടുന്നുണ്ടെന്നതിനെ വെച്ചിട്ട് അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ പ്രശംസിക്കുക, അവരെ അംഗീകരിക്കുക. നമ്മൾ നോക്കുമ്പോൾ ചില സ്റ്റുഡൻസ് കാണാൻ വേണ്ടി പറ്റും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പണിയെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ മാർക്ക് വരുമ്പോൾ വല്ലാതൊന്നും മാർക്കില്ല. ബട്ട് നമ്മൾ ആസ് എ പേരൻറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനെ പ്രശംസിക്കലാണ്. നീ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, ഐ ആം സീയിങ് യുവർ എഫേർട്ട്, ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണ് എന്നുള്ള രൂപത്തിലേക്ക് അവർ പ്രശംസിക്കുക എന്നുള്ളത് ഭയങ്കര നല്ല ഒരു കാര്യമായിരിക്കും. സോ ഉറപ്പായിട്ട് നമ്മൾ എപ്പോഴൊക്കെയെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് വഴക്ക് പറയേണ്ടതായിട്ട് ചിലപ്പോൾ വരും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്ട്രോങ് ആയി ബോൾഡായി നിൽക്കേണ്ടി വരുന്നുണ്ടാവും. ആ സ്ട്രോങ് ആയി ബോൾഡായി നിൽക്കുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഫേർട്ട് വെച്ചിട്ട് നമ്മൾ അവർ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആവുകയും എഫേർട്ടിൽ അവർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് പ്രശംസിക്കുകയും ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം ആക്റ്റീവ് ലിസണിങ് എന്നാ പറയാം. ലിസൺ ചെയ്യുക, അവരെ കേൾക്കുക. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മളുടെ സ്റ്റുഡൻസാണ്, അവർ യങ് അഡൾട്ട്സ് ആണ്, നമ്മൾ അവരെ കുട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇവർ എപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കരുത്. ഇവർ കുട്ടിയല്ല, ഇവർ അഡൾട്ടാണ്. അവർക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ വന്നിട്ട് അവരോട് പ്രശ്നമോ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ പറയുന്ന സമയത്ത് ചില രൂപത്തിലാണ് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ തോന്നും. നീ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരു അഡ്വൈസ് കൊടുക്കാനും തോന്നും. ഈ 2 കാര്യവും നമ്മൾ ചെയ്യരുത്. നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് വളരെ സ്വാഭാവികം. ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അഡ്വൈസും കയ്യിലുണ്ടാവും. പക്ഷേ ഈ അഡ്വൈസും ജഡ്ജ്മെൻറ്റും ഒക്കെ ഒരു 5 മിനിറ്റത്തേക്ക് 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക്. ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിട്ട് പറ ബാക്കി, പിന്നെ എന്തായിരുന്നു, എന്നിട്ട് എന്തായിരുന്നു, കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ട് അവരോട് ഇങ്ങനെ കേൾക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് അവർ പറയുന്ന കാര്യത്തിന് ഗൗനിച്ച് കേൾക്കുന്നുണ്ട് എന്ന് നമ്മുടെ സ്റ്റുഡൻറ്റിന് മനസ്സിലാവുമ്പോൾ ആ കുട്ടിക്ക് അവരുടെ മനസ്സിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ആക്റ്റീവ് ലിസണിങ്. എന്നിട്ട് മാത്രം നമ്മുടെ കയ്യിലുള്ള നീ അന്ന് ചെയ്തത് എന്തായാലും മോശമായി, അങ്ങനെ ചെയ്യരുത് എന്നുള്ള രൂപത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഉപദേശമോ കൊടുക്കാം. സാധാരണഗതിയിൽ പറ്റിപ്പോകാറുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞങ്ങ് തുടങ്ങി 1 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉപദേശം കൊണ്ടങ്ങ് ചെല്ലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളൊരു ഇടം നഷ്ടപ്പെടും. പറയാനുള്ള ഇടം നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ സാധനങ്ങൾ തിങ്ങി നിറയാനും അത് കൂടുതൽ സ്ട്രെസ്ഫുള്ളാക്കാനും കൂടി അവരെ വഴിതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളെല്ലാം എപ്പോഴും പറയുന്നത് പോലത്തെ കാര്യമാണ് മൂന്നാമത് പറയാനുള്ള കാര്യം. ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് എന്നുള്ള കാര്യം റീഅഷ്വർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാ ദിവസവും പോയി ചെയ്യണം എന്ന് നിർബന്ധമില്ലെങ്കിലും എസ്പെഷ്യലി ഇവർ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും ഇവർ അപ്പായിട്ടിരിക്കുന്ന സമയത്തും ഒരുപോലെ നമുക്ക് സാധനം ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എക്സാം വെച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മളുടെ ജീവിതം
ഡിറ്റർമൈൻഡ് ആവാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ആ കാര്യം കുട്ടീനോട് കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഈ ഒരു എക്സാം നീ പഠിക്കുന്നുണ്ട്, നീ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ള ആ പ്രൈസിങ് കൊടുക്കുക. എന്നിട്ട് പറയാം ഈ എക്സാം അല്ല നമ്മളെ ജീവിതം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും റീഅഷ്വർ ചെയ്തുകൊണ്ടിരിക്കുക. അൺകണ്ടീഷണലായിട്ട് ഇനിയിപ്പോൾ നീ അതിനകത്ത് നല്ല വിജയം നേടി 1ാം റാങ്ക് നേടി വന്നു കഴിഞ്ഞാൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനി നമ്മൾ അത്രയധികം പരിശ്രമിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിലും അഭിമാനവും സന്തോഷം തന്നെയാണുള്ളത്. കാരണം നീ അത്രയും പരിശ്രമിച്ചല്ലോ. അല്ലാതെ ഈ എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളൊരു റെസ്പോൺസും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന റെസ്പോൺസും അങ്ങനെയല്ല. അൺകണ്ടീഷണൽ, ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കുണ്ടാകുന്ന റെസ്പോൺസ് ഒരേ സാധനം തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ സ്റ്റുഡൻറ്റിനെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം. സോ ഈ 3 പോയിന്റ് ഇതൊരു നമ്മളിങ്ങനെ പറയല്ലേ, നമുക്ക് എക്സാമിൻ്റെ സ്ട്രെസ്സാണ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെതായ വർക്കുകളുണ്ട്, ജോലികളുണ്ട്, അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ വന്നിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇമോഷണൽ സേഫ്റ്റി നെറ്റായിരിക്കണം പേരൻറ്റിങ് അല്ലെങ്കിൽ പേരൻ്റ് എന്ന് പറയുന്ന സാധനം. കുട്ടി അവിടെ നിന്ന് സ്ട്രെസ് അടിച്ചിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പേരൻറ്റിനോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പേരൻറ്റ് ഷുഡ് ഫീൽ ലൈക്ക് ദാറ്റ് ഐ ആം ദ സേഫ്റ്റി നെറ്റ് ഫോർ ഹെർ, ദാറ്റ് എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഞാനാണ് സേഫ്റ്റി നെറ്റ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഒരു 10, 15, 20 മിനിറ്റ് കേൾക്കുക. ആ ഉപദേശങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് ആക്റ്റീവായിട്ട് കേട്ടാൽ തന്നെ മതി. അവരുടെ എഫേർട്സിനെ അവർ പ്രശംസിക്കുക. അൺകണ്ടീഷണലായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് തന്നെ റിസൾട്ട് ആയിരുന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആ ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്ന 1ാമത്തെ ടോപ്പിക്. 2ാമത്തെ ടോപ്പിക് എന്താണെന്നറിയോ? 2ാമത്തെ ടോപ്പിക് ഈസ് അബൌട്ട് ഡെയിലി റുട്ടീൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ആസ് എ പേരൻറ്റ് നമ്മൾ കുട്ടിയുടെ പഠനത്തിൽ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും. വെരി വെരി റോങ് ആണ്. നമുക്ക് ഈ പറയുന്ന ഇവരുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ വലിയ റോളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡേ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയം, ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളോ ഓഫ്ലൈനിലുള്ള കുട്ടികളോ ഒക്കെ ആണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയം അത് പേരൻറ്റിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് പേരൻസ് നമ്മളെല്ലാവരും കുറച്ച് നേരത്തെ എണീക്കുന്ന ആളുകളാണ്. നമ്മുടെ സ്റ്റുഡൻസ് അവർ കുറച്ചും കൂടി ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് ഈ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ കിടന്നുറങ്ങുക എന്നുള്ളതൊരു സ്വഭാവമാണ്. കുറച്ച് മുതിർന്ന് വരുമ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എണീക്കാൻ വേണ്ടി തുടങ്ങും. നേരത്തെ എണീക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അലാറം വെച്ച് എണീക്കാൻ നമുക്കാണ് എളുപ്പം, അവർക്കല്ല എളുപ്പം, അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അലാറം വെച്ച് എണീറ്റിട്ട് ഇവർ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് എണീപ്പിക്കാൻ വേണ്ടി പറ്റും. അവർ പറയുന്ന സമയത്ത് കേട്ടോ, 6:30 എണീക്കുന്ന ആൾ 6:30, 8 മണിക്ക് എണീക്കുന്ന ആൾ 8 മണിക്ക്, 7:30 എണീക്കുന്ന ആൾ 7 മണിക്ക്, കുഴപ്പമില്ല. പക്ഷെ അവർ പറയുന്ന ഒരു സമയത്ത് നമ്മളവരെ എണീപ്പിക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് സമയത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഡേ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം. അവർ കുളിക്കുന്ന സമയം ഉണ്ടാവും, അവർ ഡ്രസ്സ് ബാക്കിയൊക്കെ ചെയ്യുന്ന കാര്യം. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഇവരുടെ കൂടെ നിന്ന് കൊടുത്ത് അവരുടെ ഡേയിനെ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര നിർബന്ധം. ഇത് നോക്കുന്ന സമയത്ത് പേരൻസിനുള്ളൊരു ഗൈഡ് ലൈൻസ് പറഞ്ഞുതരാം. നീറ്റ് പോലത്തെ ഒരു എക്സാമിന് എസ്പെഷ്യലി ലാസ്റ്റ് ഫേസിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 10-11 മണിക്കൂറിലേക്കുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. 11 മണിക്കൂർ നമ്മുടെ സ്റ്റുഡൻറ്റിന് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറിലേക്കൊക്കെ അത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ടോപ്പറായിട്ട് ശ്രീജ ജയസ് എന്ന് പറയുന്ന ആളുടെ സ്റ്റോറി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ നോട്ടീസ് ചെയ്യേണ്ട, കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മ MA ബിരുദധാരിയാണ്. ആ അമ്മ വീട്ടിലുണ്ടായിരുന്നു, അമ്മ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ ഓറിയൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറും കൂലിപ്പണിക്കാരനുമാണ്, അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ പേരൻ്റ് ഉണ്ടാവും. അവരുടെ ഡെയിലി റുട്ടീൻസും മറ്റ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീട്ടിൽ ഇതേപോലെ തന്നെ ഈ ഡെയിലി റുട്ടീൻ മാനേജ് ചെയ്യുന്നതിൻ്റെ തന്നെ തൊട്ടടുത്ത ഭാഗമാണ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഒരു വീട്ടിൽ വേറൊരു മുറിയിലിരുന്ന് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ മുറിയിലിരുന്ന് പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് അങ്ങനെ വേറെ മുറിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഹാളിലോ കിച്ചണിൻ്റെ ഒരു സൈഡിലോ ഒക്കെ ഇരുന്നിട്ടായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. അവർ പഠിക്കുന്ന സമയത്ത് അവിടെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങോട്ട് ആളുകൾ പോവുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല മോൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നമുക്കേ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ബ്ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ച് പതുക്കെ പോകാനും അവരെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു വരാനും നമുക്ക് ശ്രമിക്കാൻ വേണ്ടി പറ്റും. വീട്ടിൽ അമ്മയോ അച്ഛനോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ അനിയന്മാർ, അനിയത്തിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അമ്മാവന്മാർ, അമ്മായിമാർ മുതലുള്ള എല്ലാ ആളുകളും ഇവരെ എന്ത് ചെയ്യാൻ വേണ്ടി വരും, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ നമ്മളാണ് എന്നുള്ളത് പേരൻസ് ആണ് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. പേരൻസ് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ബാക്കി എല്ലാവരും ഇവരുടെ ഒരു സപ്പോർട്ട് നെറ്റ്വർക്കായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൂടി വരുന്നുണ്ടാവും. ഡിസ്ട്രാക്ഷൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രാക്ഷൻ മൊബൈൽ ഫോണാണ്. പേരൻസിന് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ വാങ്ങി വയ്ക്കാൻ വേണ്ടി പറ്റും. ഉറപ്പായിട്ടും അവർ പറയും എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഡോണ്ട് അലോ ദം. അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കണമെങ്കിലൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ഫോൺ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം, ഒരു ദിവസം ഒരു
10-15-20 മിനിറ്റ് ഒരു പാട്ട് കേൾക്കാനോ, ഒരു ലോങ് വീഡിയോ കാണാനോ, ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ല, ഒരു ലോങ് വീഡിയോ കാണാനോ, ഒരു പാട്ട് കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ഭാഗം കാണാനോ ഒക്കെ ആയിട്ട് ഫോൺ കയ്യിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടാവുക, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ നോക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ പേരൻസ് എന്നുള്ള രൂപത്തിൽ നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ എക്സാം ആയിട്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയം കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്കുള്ള ബാക്കി മറ്റ് ആപ്ലിക്കേഷനുകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കറക്ഷൻ വിൻഡോകൾ വരും, ഹാൾ ടിക്കറ്റുകൾ വരും, അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരും, അങ്ങനത്തെ സംഗതികളെല്ലാം വരുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുണ്ട്. ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് പാർട്സ് എല്ലാം പേരൻസ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് എന്തായാലും ചെയ്യാം. കാരണം ആ സമയം നമ്മുടെ സ്റ്റുഡൻറ്റ് വരണം നിർബന്ധമില്ല. അതൊരു അക്ഷയ സെൻറ്ററിൽ അടുത്തത് പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വീട്ടിൽ ഒരു ഡെയിലി റുട്ടീൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നതിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. ഒരു 10-11-12 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ വേണം അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇത്ര സമയം ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത്ര സമയത്ത് ഡിസ്ട്രാക്ഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ അവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റാളുകൾ, ഇപ്പോൾ ബന്ധുക്കളായാലും അയൽവാസികളാണെങ്കിലും വീട്ടിലെ മറ്റു കുട്ടികളാണെങ്കിലും നമ്മളുടെ ഈ സ്റ്റുഡൻറ്റിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ നിന്ന് തന്നെ മാതൃക കാണിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ടാവും. പിന്നെ ഈ പറയുന്ന അപേക്ഷയുടെ കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ പാർട്ട് എന്ന് പറയുന്ന കാര്യം. ഇനി മൂന്നാമത് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പാർട്ട് കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് സൂപ്പർവിഷൻ എന്നാണ് പറയുക. നമ്മുടെ സ്റ്റുഡൻറ്റ് ഹെൽത്തിയാണ്, വെല്ലായിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം സൂപ്പർവൈസ് ചെയ്യുക. എന്തിലൊക്കെയാണ് നമുക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. നമ്പർ 1 കാര്യം ഓൾവേസ് വെൽനെസ്സിൽ സ്ലീപ്പാണ്, ഉറക്കം ഏതൊരാളും ചെയ്യേണ്ടിരുന്ന പോലെ തന്നെ 6 മുതൽ 7 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും നമ്മുടെ സ്റ്റുഡൻറ്റ് ഉറങ്ങണം. നിർബന്ധമായിട്ട് ഉറങ്ങേണ്ട സമയമാണ് 6 മുതൽ 7 മണിക്കൂർ വരെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 7 മണിക്കൂർ ഉറങ്ങട്ടെ എന്ന് തന്നെ പറയും, ഒരു 6.5 മണിക്കൂർ ഉറങ്ങട്ടെ. പക്ഷേ 6.5 എന്നുള്ളത് 5.5 ആയിക്കഴിഞ്ഞാൽ അത് ലോങ് ടൈം എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവമാണല്ലോ. ഈ അവയവം വെച്ചിട്ടാണ് ഇവരിങ്ങനെ പണിയെടുക്കുന്നത്. ആ നീറ്റ് എക്സാമിൻ്റെ ഡെയിലി അല്ലെങ്കിൽ JEE എക്സാമിൻ്റെ ഡെയിലി ബ്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് ഔട്ട്പുട്ട് പുറത്തേക്ക് വരേണ്ടത്. അത് വരണമെങ്കിൽ ബ്രെയിൻ പ്രോപ്പർലി യൂസ് ചെയ്യണം. നമ്മളറിയില്ല, നമ്മൾ പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബ്രെയിൻ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ കുറേ കാലത്തേക്ക് അതിനകത്ത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. 6 to 7 hours സ്ലീപ്പ് ഈസ് എ മാൻഡേറ്ററി തിങ് ഫോർ എ ഹ്യൂമൻ ബീങ്, എനി ഹ്യൂമൻ ബീങ്. നിങ്ങൾ പേരൻസിനും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുക എന്നുള്ള കാര്യം. അണ്ട് അത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതിയോ? പോരാ. അതൊരു ഫിക്സഡ് ടൈമിലാക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഫിക്സഡ് ടൈം എങ്ങനെ വേണമെങ്കിലും ആക്കാം. 10 മണി മുതൽ രാവിലെ 4 മണി വരെ 4:30 വരെ ഉറങ്ങുന്ന ആളുകൾ വളരെ ഓക്കെയാണ്. ഇനി 11 മണി മുതൽ 5:30 വരെ ഉറങ്ങുന്നത് ഓക്കെയാണ്. 12 മണി മുതൽ 6:30 വരെ ഉറങ്ങുന്നത് ഓക്കെയാണ്. ഇനി 1 മണി മുതൽ 7:30 വരെ ഉറങ്ങുന്നത് ഓക്കെയാണ്. 2 മണി മുതൽ 8:30 വരെ ഉറങ്ങുന്നത് ഓക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ആവാം നമ്മുടെ ടൈം. പക്ഷേ ഫിക്സ്ഡ് ആയിരിക്കണം. ഒരു ദിവസം 12 മണിക്ക് ഉറങ്ങി 6:30ക്ക് എണീറ്റ ആൾ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്ന സമയത്ത് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉറങ്ങാൻ നമുക്ക് പറ്റില്ല. കാരണം ഉറങ്ങുക ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണല്ലോ. നിങ്ങളെല്ലാവരും കണ്ടത്, നമ്മൾ പോയി കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പോയി കിടക്കാം എന്നുള്ളതാണ്. അപ്പോൾ 12 മണിക്ക് ഉറങ്ങേണ്ട ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങേണ്ട കുട്ടിയാണെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ പഠനം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് മുന്നെങ്കിലും പഠനം അവസാനിപ്പിച്ച് ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് ശീലം അനുസരിച്ചിട്ട് മുഖം കഴുകുകയോ മേല് കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കട്ടിലിൽ പോയിട്ട് ഈ പറയുന്ന സമയത്തിന് ഒരു 15 മിനിറ്റ് മുന്നേ കട്ടിലിൽ പോയി കിടക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്ന ഒരു സാധനം. അപ്പോൾ അതൊരു റുട്ടീനായിട്ട് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് എസ്പെഷ്യലി എക്സാം അടുക്കുന്ന ഈ സമയത്ത് ഉറക്കം കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു നല്ല സൂപ്പർവൈസർ ആവേണ്ടതുണ്ട് സ്ലീപ്പ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ന്യൂട്രീഷനാണ്. നമുക്കറിയാം, ന്യൂട്രീഷണലി എന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതല്ല, എത്ര നേരം കഴിക്കുന്നു എന്നുള്ളതും എത്ര സമയത്ത് എത്ര കൃത്യമായിട്ടാണ് കഴിക്കുന്നത് എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ എന്നുള്ളതിനേക്കാളും അത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ദോശ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഡ്ഡലി ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇടിയപ്പം ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ചപ്പാത്തി ഇഷ്ടമുണ്ടാവില്ല. ബട്ട് അവർ ഹോസ്റ്റലാണ്, കിട്ടുന്നത് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കിട്ടുന്ന സാധനം അവിടെ നിന്ന് അവർ കഴിച്ചോളൂ എന്നുള്ള രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മോശം ഭക്ഷണം കഴിക്കണം എന്നല്ല കേട്ടോ, നല്ല ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വേണം കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന് 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അത് 8 മണിക്ക് തന്നെ കഴിക്കണം. 8 മണി ഒരു 8:15 8:30 ആ സമയത്ത് കഴിക്കണം. ലഞ്ച് ബ്രേക്കിൽ 1 to 2 ആണ് ലഞ്ച് ബ്രേക്കിൽ. ഒരു 1 മണിക്ക് 1:15 1:30 ആകുമ്പോഴത്തേക്ക് ലഞ്ച് കഴിച്ചിട്ടാണ്. ഒരു അരമണിക്കൂറിൻ്റെയൊക്കെ മാക്സിമം ബഫർ, ഒരു വിൻഡോൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ലഞ്ച് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ഡിന്നർ ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി 8 മണിക്കാണെങ്കിൽ രാത്രി 8 8:15 8:30 ആകുമ്പോഴത്തേക്ക് ഡിന്നർ നമ്മൾ കഴിക്കണം. അത് നിർബന്ധമാണ്, അങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യം. പിന്നെ ഈവനിങ്ങിൽ ഒരു ചായ അല്ലെങ്കിൽ ഇടയിൽ ഒരു സ്നാക്ക് ഉണ്ടെങ്കിൽ അതും ആ സമയത്ത് തന്നെ വേണം. അപ്പോൾ കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തണം. അത് എക്സാമിൻ്റെ ഇടയിലോ പഠിക്കുന്നതിൻ്റെ ഇടയിലോ ഒക്കെ ഏതെങ്കിലും നേരത്തെ ഭക്ഷണങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ട് നിൽക്കേണ്ടതും ഈ പേരൻറ്റിൻ്റെ തന്നെ ഉദ്ദേശമാണ്. പേരൻറ്റ് ഷുഡ് ഡൂ ദാറ്റ് തിങ്. അടുത്തൊരു കാര്യമാണ് അവരുടെ ഒരു
മെൻ്റൽ ഹെൽത്തിൻ്റെ വാർണിംഗ് സൈൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം. മെൻ്റൽ ഹെൽത്തിൻ്റെ വാർണിംഗ് സൈൻസ് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം നമ്മൾ ഈ സ്ലീപ്പും ഈ ന്യൂട്രീഷണൽ പാർട്ടും ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ നോക്കിയാലാണ് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴെങ്കിലും ഇവർ വെറുതെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിട്ടോ എപ്പോഴും വളരെ സാഡായിട്ടോ ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മളോട് വർത്തമാനം പറയാത്ത ഒരാളായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ മെൻ്റൽ ഹെൽത്തിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതും ആ സമയത്ത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുകയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെയാണ് ഒരു പേരൻ്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത്. വീഡിയോയുടെ കൺക്ലൂഷൻ എന്നുള്ള രൂപത്തിൽ തന്നതായിട്ട് നമ്മൾ ചെയ്തു വരുന്ന എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് കൂടി ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് കമ്മിങ് ഈസ് ദ റെഡ് ഫ്ലാഗ് സൈൻസ് ദാറ്റ് പേരൻറ്റ് ഷുഡ് നോട്ട് ഡു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം കമ്പാരിസൺ ആണ്. നിങ്ങൾക്കറിയാലോ, മറ്റൊരാളെ വെച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. സപ്പോസ് മറ്റൊരാളേക്കാൾ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലോ അവളേക്കാളും നല്ലോണം നീ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമാണ്. വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം അത് എപ്പോഴും നെഗറ്റീവായിട്ടേ പോകുള്ളൂ. പ്രശംസിക്കാനാണെങ്കിൽ പോലും മറ്റു കുട്ടികളെക്കാൾ നീ ബെറ്റർ ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് കുറ്റപ്പെടുത്താനായിട്ട് മറ്റാളുടെ അത്ര നീ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അത് പേരൻസ് എന്നുള്ള രൂപത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ സ്റ്റുഡൻറ്റ് നീറ്റ് മോഡൽ എക്സാംസ് ഒക്കെ എഴുതി 200, 250, 300 മാർക്കൊക്കെ വാങ്ങുകയാണ്. അല്ലെങ്കിൽ ആ കുട്ടി കാര്യമായിട്ട് എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ കുട്ടിക്ക് എന്തായാലും MBBS കിട്ടും എന്നുള്ളൊരു സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കാത്ത കുട്ടിക്ക് എങ്ങനെയാണ് MBBS കിട്ടുക? ഒരിക്കലും കിട്ടാൻ സാധ്യത കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് അത് ചവിട്ടി കയറാനുള്ളൊരു പടിയായിട്ടേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമുക്കറിയാം മിക്കവാറും പേരൻസിനൊക്കെ നല്ല സ്വപ്നങ്ങളുണ്ട്. കുട്ടീനെ MBBS ആക്കണമെന്നും ഡോക്ടർ ആവണം എന്നൊക്കെ സ്വപ്നം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുപാട് എഫേർട്ടുകളൊക്കെ എടുത്തിട്ട് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുകയും അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അത് റിയലിസ്റ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് പഠിക്കണം എന്നുള്ളതാണ്. അൺറിയൽ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യണം. അൺറിയൽ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി നടക്കുന്ന മോർണിംഗ് മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണകൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പേരൻറ്റിങ് വർക്ക്ഷോപ്പ് വാത്സല്യയുടെ വരുന്ന ദിവസങ്ങളിലായിട്ട് ഡോപ്പയുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. ആ ദിവസങ്ങളിൽ നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. മൂന്നാമതായിട്ട് പേരൻസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ മാനേജ്മെൻറ്റ്. മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോരുത്. ഞാൻ പറഞ്ഞില്ലേ, 8 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അത് ടേബിളിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. 8 മണിയാകുമ്പോഴത്തേക്കും കുട്ടീനെ വിളിച്ചിരുത്തി കൈ കഴുകിപ്പിച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യരുത്. ഇന്ന് ഫിസിക്സ് അല്ലേ പഠിക്കാനുള്ളത്, ഫിസിക്സിൻ്റെ റേയോപ്റ്റിക്സ് അല്ലേ പഠിക്കാനുള്ളത്, റേയോപ്റ്റിക്സിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണല്ലോ, അതുകൊണ്ട് ഈ ഭാഗം ഒന്നുകൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൂടി കയറി മാനേജ് ചെയ്യാൻ നിൽക്കരുത്. കുട്ടി പഠിച്ചോളും. ആ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മാറി നിൽക്കുക. ബാക്കി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റിനെ അലോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ തലച്ചോറിനൊരു പണി വരുന്നുണ്ട് കുട്ടിയുടെ. കുട്ടിയുടെ തലച്ചോറ് പണിയെടുത്തിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്ന സമയത്താണ് കുട്ടിക്ക് ഇതിനകത്ത് ഗ്രോത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നുണ്ടാവുക. മൈക്രോ മാനേജ്മെൻറ്റ് ഈസ് എ വെരി ബാഡ് തിങ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ട്, ഞാൻ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു പേനയൊക്കെ കൈ പിടിച്ച് ഹാൾ ടിക്കറ്റ് കൈ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫാമിലി അല്ല, അതുപോലത്തെ 1-2 ഫാമിലികൾ അവിടെയാണ്. ഞാൻ നോട്ട് ചെയ്തൊരു ഫാമിലിയേ ഉള്ളൂ. ഒരു കുട്ടി ഒരു കട്ടിയുള്ള ഗൈഡ് എടുത്ത് തുറന്നു പിടിച്ച് വായിച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സാമിൻ്റെ അന്ന് രാവിലെ ഇത്ര കട്ടിയുള്ള ഗൈഡ് വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു കട്ടിയുള്ള ഗൈഡ് എടുത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പുറ സൈഡിൽ നിന്ന് ഒരു അമ്മയുണ്ട്, ചോറോ എന്തോ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഭക്ഷണം വായിലിട്ടിട്ടാണ് ഇത് വായിക്കുന്നത്. അപ്പുറ സൈഡിലുള്ള ഒരു അച്ഛനുണ്ട്, കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എന്നെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെവർ ഡു ദാറ്റ്. അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഡോക്ടർ ആവാനുള്ള ഒരാളെയാണ് വാർത്തെടുക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ വേണം. ഭക്ഷണം സ്വന്തമായിട്ട് വാരി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കൈ കഴുകി വന്നിട്ട് ബാക്കിയുള്ള സമയത്ത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു ഐഡിയ ആ സ്റ്റുഡൻറ്റിനുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ ബി എ ബെറ്റർ ഡോക്ടർ, എ വെരി ഗുഡ് ഡോക്ടർ. അപ്പോൾ അതിലേക്ക് മാത്രം നോക്കുക. ഡോണ്ട് ഡു ദ മൈക്രോ മാനേജ്മെൻറ്റ്. സോ കമ്പാരിസൺ വേണ്ട, മൈക്രോ മാനേജ്മെൻറ്റ്സ് അത് നമ്മൾ ചെയ്യേണ്ട. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വേണ്ട. എന്താണ് നിങ്ങളുടെ പേരൻറ്റിങ് ജേർണിയിൽ നിങ്ങൾ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ബൈ. അതിനിടയിൽ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. നമ്മളുടെ വാത്സല്യ എന്ന് പറയുന്ന ഒരു പേരൻറ്റിങ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. സപ്പോസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ, യു ആർ ഓൾ വെൽക്കം. നോൺ ഡോപ്പ സ്റ്റുഡൻസിനെ പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ഡോപ്പക്കാരെല്ലാവരും എത്തുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വാത്സല്യയുടെ ഇവൻറ്റിൽ വെച്ച് നേരിട്ട് കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ. സീ യു.